ഇപ്പോൾ നമ്മൾ സമാന കോണുകളെ കുറിച്ച് മനസ്സിലാക്കി. ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകളാണ് സമാന കോണുകൾ. ഇനി രേഖകൾ സമാന്തരമായാൽ സമാന കോണുകളുടെ പ്രത്യേകത എന്തായിരിക്കും? അതാണ് അടുത്തതായി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അത് നമുക്ക് ഒരു പ്രോജക്റ്റിലൂടെ കണ്ടെത്താൻ ശ്രമിക്കാം. ആദ്യമായി ആ പ്രോജക്റ്റിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രോജക്റ്റിന്റെ ചോദ്യം നമ്മൾ എഴുതും. സമാന കോണുകളുടെ പ്രത്യേകത, സമാന കോണുകളുടെ പ്രത്യേകത കണ്ടെത്തുക. ഈ പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ തുടക്കം എന്നുള്ള രൂപത്തിൽ നമ്മൾ ആദ്യം രണ്ട് സമാന്തര രേഖകൾ വരയ്ക്കുകയാണ്. രണ്ട് സമാന്തര രേഖകൾ, ഒരു രേഖ അതിനെ മുറിക്കുന്നു. ഈ രേഖയെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ AB എന്നും ഇതിനെ നമ്മൾ CD എന്നും പേര് കൊടുത്താൽ, ഇതിനെ നമുക്ക് XY എന്നും പേര് കൊടുത്താൽ, ഇവിടെ 4 കോണുകളും ഇവിടെ 4 കോണുകളും ആയി ആകെ 8 കോണുകൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 8 കോണുകളെ ഇവിടെ അടയാളപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ കോണൊന്ന് അളക്കാൻ പോകും. ഈ കോൺ അളന്നാൽ എങ്ങനെയാ കോൺ അളക്കുക? കോൺ അളക്കാൻ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിക്കാം. പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ ഈ കോൺ അളവ് എടുത്തു കഴിഞ്ഞാൽ ഈ കോൺ 70 ഡിഗ്രിയാണ് എന്ന് കാണാം. ഈ കോൺ 70 ഡിഗ്രിയാണ് എന്ന് കാണാം. ഈ ഒരു കോൺ 70 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തുള്ള കോണിന്റെ അളവ് അളന്നു നോക്കാതെ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് 70 ആണെങ്കിൽ ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയേ പറ്റൂ. കാരണം ഈ 2 കോണുകളും രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രേഖീയ ജോഡിയിലെ കോണുകൾ അനുപൂരകങ്ങളാണ് എന്ന കാര്യവും നമുക്കറിയാം. ഇത് 110 ആണെങ്കിൽ ഈ കോണിന്റെ അളവ് 70 ഡിഗ്രിയാണ്. ഈ കോണിന്റെ അളവ് വീണ്ടും 110 ഡിഗ്രിയാണ്. എതിർ കോണുകൾ തുല്യമാണ് എന്ന ആശയവും ഇവിടെ പ്രവർത്തിക്കുന്നതായി നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ഇനി ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ അളന്ന പോലെ ഈ കോണം അളന്നു നോക്കൂ. 70 ഡിഗ്രി എന്ന് കാണാം. ഈ കോണോ അപ്പൊ 110 ഡിഗ്രി ആയിരിക്കും. ഈ കോണോ 70 ഡിഗ്രി ആയിരിക്കും. ഈ കോൺ 110 ഡിഗ്രി ആയിരിക്കും. അപ്പോ AB എന്ന അതുപോലെ CD എന്ന 2 സമാന്തര രേഖകളെ XY എന്ന മൂന്നാമത്തെ രേഖ മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന 8 കോണുകളുടെയും അളവുകൾ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ ചിത്രത്തിൽ എത്ര ജോഡി സമാന കോണുകളുണ്ട്? നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചു, 4 ജോഡി സമാന കോണുകളുണ്ട്. ആ 4 ജോഡിയും ഞാൻ ഇനി താഴെ വരയ്ക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക. നോക്കൂ, ഇത് ഒന്നാമത്തെ ജോഡി സമാന കോൺ. ഇതേപോലെ രണ്ടാമത്തെ ജോഡി ഇതേ ചിത്രത്തിൽ നമുക്ക് അടയാളപ്പെടുത്താം. ഇതാണ് മറ്റൊരു സമാന കോൺ. മൂന്നാമതായി വീണ്ടും നമ്മൾ ചിത്രം വരയ്ക്കുന്നു. മൂന്നാമത്തെ ജോഡിയെയും അടയാളപ്പെടുത്തുന്നു. അടുത്തതായി 4ാമത്തെ ജോഡി അടയാളപ്പെടുത്താൻ വേണ്ടി വീണ്ടും അതേ ചിത്രം വരയ്ക്കുന്നു. അവിടെ 4ാമത്തെ ജോഡിയും നമ്മൾ അടയാളപ്പെടുത്തും. ഈ ചിത്രത്തിൽ ഇതുപോലുള്ള 4 ജോഡി ഉൾപ്പെടുന്നു നമുക്കറിയാം. ഇനി നമ്മൾ ഈ വലിയ ചിത്രത്തിൽ നിന്നും
ഈ പ്രധാന ചിത്രത്തിൽ നിന്നും അടയാളപ്പെടുത്തിയ സമാന കോണുകളുടെ അളവുകൾ നോക്കി എഴുതാൻ കഴിയുമോ എന്ന് നോക്കൂ. ഈ കോൺ ഇവിടെയുള്ള കോണാണ് നമുക്കറിയാം. എങ്കിൽ ഈ കോണിന്റെ അളവ് എത്രയാണ്? 70 ഡിഗ്രിയാണ്. അതുപോലെ താഴെയുള്ള ഈ കോണിന്റെ അളവ് എത്രയാണ്? 70 ഡിഗ്രിയാണ്. അപ്പൊ ഒരു ജോഡി സമാന കോണുകളുടെ അളവ് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സമാന കോണുകളുടെ ജോഡിയുടെ അളവ് നമ്മൾ എഴുതാൻ പോകുന്നു. എങ്കിൽ ഈ കോണിന്റെ അളവ് ഈ പ്രധാന ചിത്രത്തിൽ നിന്നും 110 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലാക്കാം. താഴെയും നമുക്ക് 110 ഡിഗ്രി എന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ജോഡിയിൽ ഈ കോണാണ് വരുന്നത്. അത് 70 ഡിഗ്രി എന്നും മറ്റേ ജോഡി 70 ഡിഗ്രി എന്നും നമുക്ക് മനസ്സിലാക്കാൻ വിഷമമില്ല. നാലാമത്തെ ജോഡി 110 ഡിഗ്രി 110 ഡിഗ്രിയാണ്. 4 ജോഡി സമാന കോണുകളെയും നമ്മൾ ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഓരോ ജോഡിയിലെയും കോണളവുകൾ നമുക്കൊന്ന് പറയാം. സമാന കോണുകളുടെ ആദ്യത്തെ ജോഡിയിലെ മുകളിലുള്ള കോണിന്റെ അളവ് 70. താഴെയുള്ള കോൺ എത്രയാണ്? 70 തന്നെ. മുകളിലുള്ള കോൺ 110. താഴെയുള്ള കോൺ എത്രയാണ്? 110. ഇവിടെ മൂന്നാമത്തെ ജോഡിയിൽ ആ കോണളവുകൾ 70 70 എന്നാണ് എന്നും നാലാമത്തെ ജോഡിയിൽ അത് 110 ഡിഗ്രി 110 ഡിഗ്രി ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. രേഖകൾ സമാന്തരമാണെങ്കിൽ ഇങ്ങനെയുള്ള സമാന കോണുകളുടെ എല്ലാ ജോഡിയും തുല്യമായിരിക്കും. അതാണ് നമ്മളുടെ നിഗമനം. ഈ പ്രോജക്റ്റ് അവസാനിക്കുന്നത് നിഗമനം എഴുതിയിട്ടായിരിക്കും. അപ്പൊ ആ നിഗമനം നമ്മളിവിടെ രേഖപ്പെടുത്താൻ പോവുകയാണ്. എന്താണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള നിഗമനം? രേഖകൾ സമാന്തരമായാൽ സമാന കോണുകൾ തുല്യമായിരിക്കും. സമാന കോണുകളുടെ പ്രത്യേകത നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു.